നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജിത. ശ്വാസകോശത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. എലമെന്റ്സ് വെൽനസിന്റെ ആയുശ്വാസ്. ആയുർവേദത്തിലൂടെ ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാതെ സംരക്ഷിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ആയുശ്വാസ്. ശ്വാസകോശത്തിന്റെ ആരോഗ്യത്തിന് നമ്മൾ ഇത്രയധികം പ്രാധാന്യം നൽകേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. കാരണം നമ്മളൊരു വലിയൊരു പാൻഡമിക് കഴിഞ്ഞു നിൽക്കുന്നവരാണ്, അതിനോട് പൊരുതി നിൽക്കുന്നവരാണ്, അതിനെ അതിജീവിച്ച് നിൽക്കുന്നവരാണ് അല്ലെ കൊറോണ. അപ്പൊ പലപ്പോഴും മരണത്തിന് കാരണമായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാലാണ്. അപ്പം അതിന്റെ ഇടയ്ക്കും പലതരത്തിലുള്ള പകർച്ചവ്യാധികളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് പടരുന്നത്? വായുവിലൂടെയാണ്. എയർബോൺ ഡിസീസസ് ആണ് ഇവയൊക്കെ. അപ്പൊ ഇത് ഡയറക്ട്ലി നമ്മുടെ ലങ്സിനെയാണ് ഇത് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന കാലത്ത് എന്തൊക്കെ തരത്തിലുള്ള പകർച്ചവ്യാധികളാണ് നമ്മളെ വേട്ടയാടാൻ പോകുന്നത് എന്ന് നമ്മൾക്ക് ആർക്കും പറയാൻ പറ്റില്ല. അപ്പൊ ഇന്ന് നമ്മളുടെ ഓരോ അവയവത്തിന്റെയും ആരോഗ്യം ഉറപ്പുവരുത്തണം അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ശ്വാസകോശത്തിന്റെയും, അതായത് നമ്മളുടെ ലങ്സിന്റെ ആരോഗ്യം നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ മറ്റൊരു കാരണമാണ് എയർ പൊല്യൂഷൻ എന്നുള്ളത്. നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ടിരിക്കും, ഡൽഹിയിലൊക്കെ വളരെ നല്ല രീതിയിലുള്ള ആ ഒരു എയർ പൊല്യൂഷൻ. അപ്പൊ ഇത്തരത്തിൽ എയർ പൊല്യൂഷന്റെ ഭാഗമായിട്ട് നമ്മൾ ആ ഒരു വായു ശ്വസിക്കുമ്പോൾ മാരകമായിട്ടുള്ള പല തരത്തിലുള്ള വാതകങ്ങളുമാണ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ടും നമ്മൾക്ക് പലതരത്തിലുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഇനി മറ്റൊന്നാണ് അലർജി എന്ന് പറയുന്നത്. പല ആൾക്കാർക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് ബെഡ് ഒന്ന് കുടയുമ്പോഴത്തേക്കും തുമ്മാൻ തുടങ്ങും അല്ലെ. അവർക്കൊക്കെ എന്താണ്, ഡസ്റ്റ് അലർജി ഉള്ളവരാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും കുറേ കാലം നമ്മൾ ഒരു ട്രീറ്റ്മെന്റും ചെയ്യാതിരിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളിലേക്കും അത് വഴിവെക്കും. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്നാമത്തേതായിട്ട് ചെറുങ്ങനെ ഒന്ന് 2-3 സ്റ്റെപ്പൊക്കെ ഒന്ന് എടുത്തു വെക്കുമ്പോഴത്തേക്കും ആൾക്കാർ വല്ലാണ്ട് കിതയ്ക്കാൻ തുടങ്ങും. വളരെ നല്ലോണം സ്ട്രെയിൻ ചെയ്തിട്ടാണ് അവർ ബ്രീത്ത് ചെയ്യുന്നത്. ഇപ്പൊ സ്റ്റെതസ്കോപ്പ് വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു സൗണ്ട്, ഒരു വീസിങ് സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഇനി ബ്രോങ്കയിലാണെങ്കിൽ ഒരു തടിപ്പ് ഉണ്ടാകും, ഹാർഡനിങ് ഓഫ് ബ്രോങ്കൈ കാണാറുണ്ട്. പിന്നീടോ ജലദോഷം ഉണ്ടാകും, റൈനൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. ഇനി ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഒന്നാമത്തേതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അലർജിക് റിയാക്ഷൻസിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അലർജിക് ഏജന്റ്, അതിപ്പം ചിലപ്പോൾ നമ്മളൊരു കഴിച്ച ഫുഡായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെന്റ്, ഒരു പെർഫ്യൂംസ് ഒക്കെ ചിലവർക്ക് ചിലപ്പോൾ അലർജിക് റിയാക്ഷൻസിന് ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ചെടിയുടെ അല്ലെങ്കിൽ പൂവിന്റെ ഒക്കെ പൂമ്പൊടി ചിലവർക്ക് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ചേർക്കുരു പോലുള്ള വിഷദ്രവ്യങ്ങളെ ചിലവർക്ക് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അലർജിക് ആയിട്ടുള്ള ഒരു ഏജന്റ് നമ്മൾ കഴിച്ച ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ ശ്വസിച്ച വായുവിലൂടെയോ നമ്മളുടെ ശരീരത്തിന്റെ അകത്തേക്ക് എത്തുമ്പോഴത്തേക്കും മാസ്റ്റ് സെൽസ് ഉണ്ട്. അത്തരത്തിലുള്ള കോശങ്ങൾ ഹിസ്റ്റമൈൻ എന്ന് പറയുന്നതിന്റെ ഉൽപാദനത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ ഹിസ്റ്റമൈന്റെ സെക്രീഷന്റെ ഭാഗമായിട്ടാണ് പലതരത്തിലുള്ള അലർജിക് റിയാക്ഷൻസും മനുഷ്യരിൽ കണ്ടുവരുന്നത്. തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറിച്ചില്, റാഷസ്, നല്ലോണം ചുമന്ന് തടിച്ചു വരിക, നീർക്കെട്ടുണ്ടാവുക, ശ്വാസം എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ ഈ അലർജിക് റിയാക്ഷൻസിന്റെ ഭാഗമായിട്ടാണ്. രണ്ടാമത്തത് ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വീക്ക് ആയിട്ടുള്ള ആ ഒരു ലങ്സ്, അതാണ്. പിന്നീട് മൂന്നാമതായിട്ട് പാരമ്പര്യമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാര്. ഇതിന് പലതരത്തിലുള്ള സൊല്യൂഷൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ അതിനൊക്കെ പലതരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? എന്റെ പ്രശ്നത്തിനുള്ളൊരു പരിഹാരമാകണം. കൂടാതെയോ ഒന്ന് കഴിച്ചത് കൊണ്ട് എനിക്ക് വേറെ അവയവങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് അതൊരിക്കലും വഴിവെക്കരുത്. ഈ ഒരു സാഹചര്യത്തിലാണ് എലമെന്റ്സ് വെൽനസ് ആയുശ്വാസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതില് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇതില് ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ ശിരീഷയുമാണ് അടങ്ങിയിട്ടുള്ളത്. ഉണക്കമുന്തിരി എന്ന് പറയുന്ന റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് അമിനോ ആസിഡ്സ് ആണ്. ഒരുപാട് അമിനോ ആസിഡ്സ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് ഈ ഒരു മൈക്രോ സർക്കുലേഷനെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. മൈക്രോ സർക്കുലേഷൻ ടു ദ ലങ്സ്, ശ്വാസകോശത്തിലേക്കുള്ള ആ ഒരു മൈക്രോ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ലങ്സിന്റെ ആക്ടിവിറ്റിയെ ഇത് വർദ്ധിപ്പിക്കുന്നു. ഇനി ശിരീഷ, പ്രത്യേകിച്ചും അത് ലങ്സിലാണ് അതിന്റെ ആക്ഷൻ. ഇനി അടുത്തതാണ് വാസ അല്ലെങ്കിൽ ആടലോടകവും കണ്ടകാരി ചുണ്ടയും. ഇത് രണ്ടും കഫമൊക്കെ വന്ന് ശ്വാസകോശത്തിൽ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും ഉണ്ടാകുന്നത്, ഇൻഫെക്ഷൻസിലേക്കും ഒക്കെ മാറുന്നത്. അപ്പം ആ ഒരു കഫത്തെ പുറത്തേക്ക് കളയുക, എക്സ്പെക്ടോറന്റ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് ആടലോടകത്തിനും അതുപോലെ തന്നെ കണ്ടകാരി ചുണ്ടയ്ക്കും ഉള്ളത്. ഇരട്ടി മധുരവും മരമഞ്ഞളുമാണ് അടുത്തതായിട്ട്.
ഇതിന് രണ്ടിനും ആന്റി ബാക്ടീരിയൽ കർമ്മങ്ങളാണ് ഉള്ളത്. അപ്പൊ ഒരു ഇൻഫെക്ഷൻസ്, ഇപ്പൊ കഫമൊക്കെ നിൽക്കുകയാണെങ്കിൽ അവിടെ ബാക്ടീരിയാസിനൊക്കെ ഗ്രോ ചെയ്യാനായിട്ട് നല്ല ഒരു കാലാവസ്ഥയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു ബാക്ടീരിയാസിനെ, ആ ഒരു ഇൻഫെക്ഷൻസ് വരാതെയും കൂടി നോക്കണം അല്ലെ. അതിനായിട്ടാണ് ഇതിൽ മരമഞ്ഞളും ഇരട്ടി മധുരവും ചേർത്തിരിക്കുന്നത്. ജടാമാഞ്ചി ഇതിൽ ചേർത്തിട്ടുണ്ട്. അത് നമ്മളുടെ മനസ്സിനെയൊക്കെ ഒന്ന് കാം ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. ബ്രെയിനിലൊക്കെ ഇതിന് വളരെയധികം ആക്ഷൻ ആണ്. പിന്നീടുള്ളതാണ് 3 ചൂർണങ്ങൾ, ചുക്ക്, തിപ്പലി, കുരുമുളക്. ഇവ 3നെയാണ് നമ്മൾ ത്രികടു എന്ന് വിളിക്കുന്നത്. ഇത് ആയുർവേദത്തിൽ പറയുന്നത് ജലദോഷം, പനി, തുമ്മല്, ശ്വാസതടസ്സം തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രശ്നത്തിന്റെയും കാരണം എന്ന് പറയുന്നത് ആമമാണ്. അതായത് ശരീരത്തിൽ ദഹിക്കാതെ കിടക്കുന്ന ഭക്ഷണം. അപ്പൊ അതിനെ ദഹിക്കാനായിട്ട് എന്താ ചെയ്യുക? ആ ഒരു ഡൈജസ്റ്റീവ് ഫയർ അല്ലെങ്കിൽ ആ ഒരു ജഠരാഗ്നി വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ടാണ്, ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ത്രികടു ചൂർണം ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു കാരണത്തെ ഇത് ഉന്മൂലനം ചെയ്യുന്നു, ആ ഒരു കഫത്തെ പുറത്തേക്ക് കളയുന്നത് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടലി ആ ആൾക്ക് ഒരു കാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ജടാമാഞ്ചി ചേർത്തിട്ടുണ്ട്. കൃത്യമായിട്ട് ശ്വാസകോശത്തിൽ അല്ലെങ്കിൽ ലങ്സിൽ ചെന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഔഷധങ്ങളും നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഡോസേജ് എങ്ങനെയാണെന്നുള്ളത്, ഇത് ഇന്ന സമയം കഴിക്കണം എന്നില്ല. ഇതൊരു ലേഹ്യം ഫോമിലാണ് അല്ലെ. അപ്പൊ ഒരു 1 to 2 ടേബിൾ സ്പൂൺ 10-20 ഗ്രാം വീതം നിങ്ങൾക്ക് കഴിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇപ്പം എന്താണ്, പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്, മറ്റ് മെഡിസിൻസ് കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമ്മൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം, ഒരു 15-20 മിനിറ്റ് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ കഴിക്കുന്നവരാണെങ്കിൽ ബിഫോർ ഫുഡ്, ആഹാരത്തിന് മുൻപ് അലിയിച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇനി അലിയിച്ച് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പാലിന്റെ കൂടെയോ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിലോ മറ്റോ മിക്സ് ചെയ്തിട്ടും നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. ഇനി ഇത് ആർക്കൊക്കെയാണ് നിർദ്ദേശിക്കാൻ പാടില്ലാത്തത്? പ്രഗ്നൻസിയിലും ലാക്ടേറ്റിംഗ് മദേഴ്സിനും, മുലയൂട്ടുന്ന സ്ത്രീകൾക്കും ഇത് ഒരിക്കലും നിർദ്ദേശിക്കാൻ പാടില്ല. 3 മാസത്തിൽ അധികമായിട്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇത് നിർദ്ദേശിക്കാൻ പാടില്ല. ഇപ്പൊ പെട്ടെന്ന് ഉള്ള ഒരു അലർജിക് റിയാക്ഷന്റെ ഭാഗമായിട്ട് മൂക്കും ഒക്കെ തടിച്ചു വന്ന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ആൾക്കാർക്ക് ഇത് കഴിച്ചു തുടങ്ങാം. അപ്പൊ ഒരാഴ്ചയ്ക്ക് ശേഷം ഒന്ന് നോക്കുക, സിംറ്റംസ്, ലക്ഷണങ്ങൾ കുറയുന്നുണ്ടോ എന്ന്. കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ന്യൂമോണിയയ്ക്കും അതുപോലെ തന്നെ സിവിയർ ആയിട്ടുള്ള ആസ്മയ്ക്കുമുള്ള ഒരു റെമഡിയേ അല്ല. ഇനിയും കാലങ്ങളായിട്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവര്, അവര് പലതരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ അത് നിർത്താതെ ആയുശ്വാസം അവർക്ക് കഴിക്കാവുന്നതാണ്. ഒരു 20 മിനിറ്റ് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ആയുശ്വാസം കഴിക്കാവുന്നതാണ്. എന്നിട്ട് കൃത്യമായിട്ട് ഡോക്ടറെ കാണിച്ച് അവരുടെ നില എങ്ങനെയാണ് എന്നുള്ളത് സ്വയം ഒന്ന് മോണിറ്റർ ചെയ്യാനായിട്ടും കൂടി അവരോട് നിർദ്ദേശിക്കുക. ഇതിന്റെ കൂടെ ഈ ആയുശ്വാസം കഴിക്കുന്നതിന്റെ കൂടെ യോഗയും അതുപോലെ തന്നെ പ്രാണായാമവും ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ആഡഡ് ആയിട്ടുള്ള ഒരു ഇരട്ടി ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം നല്ലൊരു ട്രെയിനറിന്റെ അടുത്ത് പോയി യോഗയും പ്രാണായാമവും കൂടി അഭ്യസിക്കുകയാണെങ്കിൽ, അപ്പൊ പല രോഗികളെയും ഞാൻ കണ്ടിട്ടുണ്ട്, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവര് മരുന്നൊന്നും കഴിക്കാതെ വർഷങ്ങളായിട്ട് അവർ യോഗയും പ്രാണായാമത്തിലൂടെയും അത് മാനേജ് ചെയ്ത് പോകുന്നവര്. അപ്പം അങ്ങനെയും നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളുടെ ആയുശ്വാസന്റെ കൂടെ ഇതും കൂടി ചെയ്യുകയാണെങ്കിൽ ഒരു ഇരട്ടി ബെനിഫിറ്റ് ആണ് അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും വരാതെ സംരക്ഷിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ ആയുശ്വാസം. ഈ കാലത്തും ഇനി വരാൻ പോകുന്ന കാലത്തും ഒക്കെ പലതരത്തിലുള്ള വ്യാധികൾ നമ്മളെ വേട്ടയാടാൻ പോകുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ നമ്മളുടെ ശ്വാസകോശത്തിന്റെ ആരോഗ്യം ഉറപ്പാക്കുകയാണെങ്കിൽ ഏതൊരു വ്യാധി വന്നാലും നമ്മൾ അതിന്റെ മുൻപിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. താങ്ക് യു.